ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഫാമിലിൻ്റെ കൂടെ നിലമ്പൂർ വരെ പോയതാണ്. സൈഫുവിൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയതായിരുന്നു. ഞങ്ങൾക്ക് അവിടെ അവർ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകിട്ട് ഒരു 4 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്, ബട്ട് എനിക്കതൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, അതിൻ്റെ ഉള്ളിലോട്ട് കയറി. തേക്ക് മ്യൂസിയത്തിൻ്റെ ചുറ്റും ഗാർഡൻസും പാർക്കും ചിൽഡ്രൻസ് പാർക്കും ഒക്കെയാണ് ഉള്ളത്. ആദ്യം തന്നെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കൊക്കെയാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ പ്ലാന്റ്സും ബുഷസും വെച്ചിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ കുഞ്ഞു കുഞ്ഞു പോൺസും. അവിടെ നിന്ന് ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിലോട്ട് പോയി. അവിടെ ഇതുപോലെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഉപ്പാക്കും ഉമ്മാക്കും ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് സാജി. ആ വാട്ടർ ഫൗണ്ടെയിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം മെയിനായിട്ടുള്ള ബട്ടർഫ്ലൈ ഉള്ള ഏരിയയൊക്കെ ഞങ്ങളെത്തി. അവിടുത്തെ ചെടികൾ നോക്കി നിൽക്കണം. അമ്മക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെ വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ റോസ്റ്റിങ്ങിനെ കുറിച്ച് അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ടാക്സോണമിക് ഗാർഡനിക്കാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ബാംബൂ ട്രീസ് ആണ് അവിടെ ഉള്ളത്. കുറേ നടക്കാനുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ഏരിയ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ച് വീണ്ടും നടന്നു. നോഹ അവിടെ ഓടി കളിക്കായിരുന്നു. നോഹക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവിടെ. ഇടയ്ക്കിടയ്ക്ക് അവൾ ചിൽഡ്രൻസ് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടുണ്ടായിരുന്നു. അവൾ പിന്നാലെ ഓടി. ഞാൻ ക്ഷീണിച്ചു. കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയപ്പോൾ ഇതുപോലെ ട്രൈബൽ ലുക്കുള്ള ഒരു സ്റ്റാച്ചു കണ്ടു. അത് കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ചിൽഡ്രൻസ് പാർക്കൊക്കെയാണ്. നൂഹ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒരുപാട് നേരം നൂഹ പറയാൻ തുടങ്ങിയിട്ട് നമുക്ക് പാർക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തേക്ക് മ്യൂസിയത്തേക്ക് കയറി. വേൾഡ് തന്നെ ഫസ്റ്റ് തേക്ക് മ്യൂസിയം ആണ് കേട്ടോ നമ്മൾ നിലമ്പൂരുള്ളത്. 1995 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. തേക്ക് കൊണ്ടുണ്ടാക്കി കുറേ ഉപകരണങ്ങളും ശില്പങ്ങളും അവിടെ ഉണ്ടായിരുന്നു. തേക്കിന്റെ റൂട്ടൊക്കെ അവർ ഇതുപോലെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും പഴക്കം കൂടിയ തേക്കും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബട്ടർഫ്ലൈസിനെ അവിടെ സ്റ്റഫ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തേക്കിന്റെ റൂഫ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരാരായപ്പോൾ അവിടെ ക്ലോസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിയിൽ കുറേ കുരങ്ങന്മാർ കൂട്ടത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോരുന്ന വഴി മൗസി കയറി എല്ലാവരും ഒരു അവൽ മിൽക്കൊക്കെ കുടിച്ചതിന് ശേഷമാണ് പോകുന്നത്.